ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ട് വേവിച്ച് ഒരു വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്യുക. അതിന് ശേഷം 2 സവാളയും 1 തക്കാളി, പിന്നെ ഒരു വലിയ വെളുത്തുള്ളിയും, ഇത്തിരി ഇഞ്ചി, 2 പച്ചമുളക്, വേപ്പില, അതെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പാൻ ചൂടാക്കി ഓയിലൊഴിച്ച്, ഓയിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എന്നിട്ട് ഇത് വഴറ്റണം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് വഴറ്റണം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതിനായിട്ട് നമ്മൾ കുറച്ച് പാൻ ചൂടാക്കി അതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ച് ഇതെല്ലാം അതിലേക്ക് ഇട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് തന്നെ ഇടണം. മിക്സിയിൽ ചതക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ കുത്തിച്ചതച്ചെടുത്ത് പച്ചമുളക് 2 അരിഞ്ഞ് വേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആദ്യം സവാള വഴറ്റിയതിന് ശേഷം പിന്നെ തക്കാളി വഴറ്റണം, അങ്ങനെയൊന്നുമില്ല. ഒരുമിച്ച് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഇത്തിരി തീ കൂട്ടിയിട്ടതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ടാൽ മതി. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ടീസ്പൂണിൽ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇതൊക്കെ തക്കാളിയും സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞ് നല്ലോണം വഴണ്ടതിന് ശേഷമാണ് ഈ പൊടികൾ ഇട്ടൊന്നും കൂടെ വഴറ്റുക ഒരു 2 മിനിറ്റ്. അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കുക. ഇതിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ആ മുട്ട നമ്മളുടെ റെഡി ആയിട്ടുണ്ടാവും. ആ മുട്ട എടുത്ത് തൊലി കളഞ്ഞ് വരഞ്ഞിട്ട് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പ് എരിവൊക്കെ പിടിക്കും. മുട്ട എന്നിട്ട് ഇതിലേക്ക് ഇടുക. വെള്ളം എന്നിട്ടൊന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടയിട്ട് നല്ലോണം ഒന്ന് വറ്റി റോസ്റ്റ് പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്.